വ്യാജ പീഡന പരാതിക്ക് മറുപടി നൽകി ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ. തന്റെ മടിയിൽ കനമില്ലെന്നും മാധ്യമങ്ങളെ കാണാൻ ഭയമില്ലെന്നും പറഞ്ഞായിരുന്നു അദ്ദേഹം തെളിവുകളുമായി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. 2010 ഇതര മതസ്ഥനെ വിവാഹം ചെയ്ത വ്യക്തിയാണ് പരാതിക്കാരി. കോടതി തള്ളിക്കളഞ്ഞ കേസാണിതെന്നും നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്ന മീഡിയ വണ്ണിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യക്ക എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. പ്രതിപക്ഷ നേതാവിന് ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിൻ്റെ കുഴിയിൽ വീണത്. 2014 ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ അലമാരകൾ പരിശോധിക്കുന്നു. അച്ഛൻ മൂത്ത മകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു. ആ വില്ല് കണ്ട് ശക്തമായിട്ട് ആ വില്ല് കണ്ടതുടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു. പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, വാര്യരുടെ ബോംബ്, നനഞ്ഞ പടക്കം, തെളിവുകൾ സഹിതമാണ് തനിക്കെതിരെ ഉയർന്ന പരാതി വ്യാജമെന്ന് സമർത്ഥിച്ചത് സി കൃഷ്ണകുമാർ. എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വ്യക്തമാക്കിയത്? സുരേഷ്, തീർച്ചയായിട്ടും ഈ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇറക്കി വിട്ടിട്ടുള്ള ആ ഒരു നനഞ്ഞ പടക്കം അത് അദ്ദേഹം കൃത്യമായി തന്നെ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് ആദ്യമായിട്ടല്ല ഈ സംഭവം നടക്കുന്നത്. ചിലപ്പോൾ പാലക്കാട്ടെ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ തന്നെ അറിയാം. കാരണം പാലക്കാട് ഇതിനു മുൻപും പലതവണ ഇതേ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഈ പരാതിക്കാരിയും അവരുടെ അമ്മയൊക്കെ ചേർന്ന് പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് തന്നെ ഒരു മാധ്യമം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തയാണ്. ഏതായാലും ഇപ്പോൾ വീണ്ടും അതിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അതിനെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു. ആ ശ്രമത്തിൽ പ്രധാനമായിട്ടും 2024 ജൂലൈ മാസത്തിൽ വന്ന കോടതി ഉത്തരവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി കൃഷ്ണകുമാർ ഇതിൽ ഒരു കഴമ്പുമില്ല എന്ന് വ്യക്തമാക്കുന്നത്. അതായത് 2023 ഓഗസ്റ്റ് 16 കൃഷ്ണകുമാറിൻ്റെ ബന്ധുവായ യുവതി ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ആദ്യം സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ പിതാവ് സ്വത്ത് മുഴുവൻ എഴുതി വെച്ചു. ഇത് അംഗീകരിക്കാൻ കഴിയാതെയായിരുന്നു ആദ്യം ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ആ സ്വത്ത് തർക്ക പരാതിക്ക് ഒരു ബലം കിട്ടുന്നതിന് വേണ്ടി 2024 ജൂലൈ 24 ഇത്തരത്തിൽ അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ തരത്തിലുള്ള വ്യാജ പരാതി കൂടെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ബി.ജെ.പിയുടെ ഓഫീസിൽ ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് സി കൃഷ്ണകുമാർ ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ 2014 പരാതി. ആ കോടതി മുമ്പാകെ ഉൾപ്പെടെ സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും വ്യാജമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഈ കേസിന്മേൽ ഉണ്ടായ വിധികൾ, 2 വിധികളാണുള്ളത്. ഒന്ന് ഈ 2014 കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധിയാണിത്. ഈ വിധിയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് വ്യാജമാണ് എന്നുള്ളതിന് മറ്റ് കൂടുതൽ തെളിവുകളൊന്നും വേണ്ട, ഈ കോടതി ഉത്തരവ് മാത്രം മതി. കോടതി ഉത്തരവിൽ ഒരിടത്തും ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ഒരു പരാതി കാണുന്നത് ഇത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാതി, അതിൻ്റെ കോടതി ഉത്തരവാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കോടതി മുമ്പാകെ പൊളിഞ്ഞു പോയ, കോടതി മുമ്പാകെ ഒരിക്കലും ഉന്നയിക്കാത്ത ഒരു വിഷയം, അതിനെയാണ് ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിരിക്കുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ വിഷയം, അതിനെ മുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സി കൃഷ്ണകുമാർ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളിത് ആദ്യമായിട്ടൊന്നുമല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേ വിഷയത്തിൽ തന്നെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം എപ്പോഴൊക്കെ സി കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നോ ആ സമയത്തൊക്കെ ഇതിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യാറില്ല, ചിലപ്പോൾ ഒരു മാധ്യമം മറ്റോ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഈ 2015 20 പാർട്ടിക്ക് അകത്ത് നിന്നിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച ആളുകൾ, ഇത്തരം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ആൾ ഇന്ന് കോൺഗ്രസ്സിലാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ 5 വർഷം കൂടുന്ന സമയത്തും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്നുള്ളത് പാലക്കാട്ടുകാർക്ക് അറിയാം.
എൻ്റെ ഭാര്യയ്ക്കെതിരായി മത്സരിക്കുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തി. 2015 ഞാൻ മത്സരിക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ടുള്ള പ്രചരണം നടത്തി. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട കോടതി കൃത്യമായിട്ട് കോടതിയിൽ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ച് ഇതിൽ യാതൊരു കഴമ്പുമില്ല, ഒരു എവിഡൻസും ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ, ഒരു തെളിവുകളില്ല, യാഥാർത്ഥ്യമല്ല ഈ പരാതി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി തള്ളിക്കളഞ്ഞതാണ്. 2024 തള്ളിക്കളഞ്ഞതാണ് കോടതി. ഇതെങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഈ കുട്ടി ഒരു അന്യമതസ്ഥനെ 2010 കല്യാണം കഴിച്ച് എറണാകുളത്ത് താമസമാക്കി. അച്ഛൻ ഒരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. ഭാര്യയുടെ പിതാവ് കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. അവർ കോയമ്പത്തൂരാണ് ഡയാലിസിസ് ചെയ്യുക. അച്ഛൻ ഡയാലിസിസിനായിട്ട് കോയമ്പത്തൂർ കുപ്പസ്വാമി ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ആ വീട്ടിൽ വന്ന് അച്ഛൻ്റെ അലമാര പരിശോധിക്കുന്നു. അലമാരയിൽ നിന്ന് അവരുടെ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് പേരിൽ വില്ല് എഴുതിയത് വെച്ചത്, വീടിൻ്റെ വിൽപ്പത്രം എഴുതി വെച്ച് കാണുന്നു. തുടർന്ന് ആ വിൽപ്പത്രം കണ്ടതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതൊക്കെ അവരുടെ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. രാത്രി ഹോസ്പിറ്റലിൽ അവർ പോയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. എനിക്കെതിരായിട്ട് കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കെതിരായിട്ട് പീഡനം ഇത് ആരോപിച്ചുകൊണ്ട് കേസ് കൊടുക്കുന്നു. കോടതിയുടെ മുമ്പാകെ പോയിട്ട് അപേക്ഷ കൊടുക്കുന്നു. കോടതി അന്വേഷിക്കാൻ പറയുന്നു, പോലീസിനോട് ഡയറക്റ്റ് ചെയ്യുന്നു. പോലീസ് അന്വേഷണം കൃത്യമായി നടക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങുന്നു സൂപ്രണ്ട് ഓഫ് പോലീസിന്. പോലീസ് അന്വേഷിക്കുന്നു. നോർത്ത് പോലീസ് ഇതെല്ലാം അന്വേഷണവും നടന്ന് ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കേസ് തള്ളിക്കളയാണ്. വിത്തൗട്ട് എവിഡൻസ്, നോ എവിഡൻസ് എന്നുള്ളതിൻ്റെ പേരിൽ തള്ളിക്കളയാണ്. ആ പരാതിയാണ്, അതാണ് ആ പടക്കമാണ് ഇപ്പോൾ വി ഡി സതീശൻ പൊട്ടിക്കാൻ നിന്നത്. ഇത് ഇന്നലെ പൊട്ടിക്കായിരുന്നല്ലോ. വി ഡി സതീശനെ പോലെയുള്ള ഒരു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത്രയും ഒരു നനഞ്ഞ ഒരു പടക്കുമായിട്ടാണെന്നുള്ളത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയൊരു ആറ്റം ബോംബ് കേരളത്തിൽ BJPക്കെതിരെ പൊടി. ഇത് ഓലപ്പടക്കമാണെന്ന് വി ഡി സതീശനൊന്ന് മനസ്സിലാക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഉള്ള ഒരു ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്നാണ്? അല്ല, ഇത് രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള സമരവും ആ വിഷയം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ്. കോൺഗ്രസ് ഇതിന് ഇതുമായിട്ട് എന്ത് പടക്കം വേണമെങ്കിൽ പൊട്ടിച്ചോട്ടെ, പാലക്കാട്ടിലെ സമരരംഗത്ത് മുന്നണി പോരാളിയായിട്ട് ഞാനുണ്ടാവും. പാർട്ടി നയിക്കുന്ന സമരത്തിൽ മുന്നണി പോരാളിയായിട്ടുണ്ടാവും. ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ, എൻ്റെ മടിയിൽ കനുവില്ല. ഞാൻ ധൈര്യപൂർവ്വം ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവും. ഏത് അന്വേഷണം വന്നാലും ആ അന്വേഷണം നേരിടാനും തയ്യാറാണ്. ഈ പറയുന്ന വ്യക്തി തന്നെ മുമ്പ് പാർട്ടിക്കകത്ത് നിന്ന് പലതരത്തിലുള്ള ഓപ്പറേഷനുകളും മറ്റുമൊക്കെ നടത്തി സി കൃഷ്ണകുമാറിനെ ഡിഫെയിം ചെയ്യാനുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെ, 2015 ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയ സമയത്ത് പല ആളുകളും പറഞ്ഞു, അന്ന് ഈ പൈസ കൊടുത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച ആൾ ഈ വ്യക്തിയാണെന്നുള്ളത് അന്ന് സൂചിപ്പിച്ചാണ്. പൈസ ഉൾപ്പെടെ അതെ കൊടുത്ത് എനിക്കെതിരായിട്ട് പത്രസമ്മേളനം നടത്തിപ്പിച്ചു. എനിക്കെതിരായിട്ട് നോമിനേഷൻ കൊടുപ്പിച്ചു. ഇതെല്ലാം ചെയ്യിപ്പിച്ച ആളാണ്. അപ്പോൾ 2015 നോമിനേഷൻ കൊടുത്താണ്. അപ്പോൾ ഇതെല്ലാം 2020 ഭാര്യ മത്സരിക്കുന്ന സമയത്തുണ്ടായി. അപ്പോൾ ഇതൊന്നും എന്നെ സംബന്ധിച്ചോളം എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ലാത്ത കാര്യമാണ്. ഇദ്ദേഹത്തിനെ കൊണ്ട് കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. പാർട്ടിക്കകത്ത് നിന്ന് ചതിയൻ ചന്തുവാണ്. BJPക്കകത്ത് നിന്ന് BJPയുടെ നേതാക്കന്മാരെ ചതിച്ചു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഇദ്ദേഹത്തിൻ്റെ ചതി പറ്റാൻ പോകുന്നുള്ളൂ. ആദ്യത്തെ ചതി പറ്റിയത് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. തീർച്ചയായിട്ടും വ്യാജ പരാതിക്കെതിരായിട്ട്, വ്യാജ വാർത്തകൾക്കെതിരായിട്ട് ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ക്രിമിനൽ കേസുമായിട്ട് മുന്നോട്ട് പോകും, ഡിഫമേഷൻ കേസുമായിട്ട് മുന്നോട്ട് പോകും. വാർത്തകൾ പ്രസിദ്ധീകരിച്ച തെറ്റായ വാർത്തകൾ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകളാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഒരു സാമാന്യ മീഡിയ വണ്ണിൻ്റെ അന്നത്തെ റിപ്പോർട്ടർമാർക്കറിയില്ല. 2015 2020 മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നില്ല. അവർക്കറിയാലോ. മറ്റെല്ലാ ചാനലുകളും വിളിച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ വേഷം ചോദിച്ചിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ലാതെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത അതനുസരിച്ചിട്ട് ആണ് മീഡിയ വൺ മുന്നോട്ട് പോയത്. ഞാൻ എന്തായാലും ഇത് സംബന്ധിച്ച് ഡിഫമേഷൻ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ മാനനഷ്ട കേസ് ഉൾപ്പെടെ നൽകി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. BJPയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ കൂടെ ചേരുന്നുണ്ട്. ഈ രാഹുൽ വിഷയത്തിൽ BJP 1-2 സമരമൊന്നുമല്ല ഇവിടെ നടത്തിയിട്ടുള്ളത്. പാലക്കാട് ഒരുപാട് സമരമാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിലുടനീളവും ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ബോധപൂർവ്വം ഒന്ന് മുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം, തോന്നുന്നില്ലേ? അല്ല, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിൽക്കക്കള്ളിയാതില്ലാതെ വന്നിരിക്കുകയാണ്. ജനങ്ങളെ പറ്റിക്കുന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. എത്ര മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ സതീശൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം പൊട്ടിക്കും, കേരളം മുഴുവൻ ഞെട്ടുമെന്ന് പറഞ്ഞു.
ഇത് 2014-ലും 2015-ലും 2020-ലും പലതവണ ഞെട്ടിച്ചതാണ്. ഞങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വേണമെങ്കിൽ ഞെട്ടാം. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള നനഞ്ഞ പടക്കങ്ങളായിട്ട് വരുമ്പോൾ മിനിമം അതിനെക്കുറിച്ച് പഠിക്കാനെങ്കിലും അവർ തയ്യാറാവണം. 2, ഇന്ന് കാലത്ത് മുതൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക മാധ്യമം വലിയ രീതിയിൽ ഈ വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ പരാതി പോലീസ് സ്റ്റേഷനിലെത്തി, കോടതിയിലെത്തി. കോടതിയുടെ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായി ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വന്നിട്ടുള്ളതാണ്. പോലീസ് അന്വേഷിച്ചു, കോടതി തീരുമാനമെടുത്ത വിഷയത്തിലാണ് വീണ്ടും ഇപ്പോൾ 2025 വന്നിട്ടുള്ളത്. ഞങ്ങൾ 2026-ലും 2029-ലും ഇതേ പരാതിയുമായി വീണ്ടും ഇവരെ സ്വാഗതം ചെയ്യാണ്. കാരണം ഈ നനഞ്ഞ പടക്കം എത്ര തവണ നിങ്ങൾ പൊട്ടിക്കാൻ നോക്കിയാലും ഇത് പൊട്ടാൻ പോകുന്നില്ല. ഈ നനഞ്ഞ പടക്കമൊക്കെ ഇതിൻ്റെ ആയുസ്, ഈ വാർത്തയുടെ ആയുസ് എന്ന് പറഞ്ഞത് ഈയാമ്പാറ്റകളെ പോലെയാണ്, അല്പായുസ് മാത്രമാണുള്ളത്.